കേരളത്തിൽ നമ്മളിവിടെ പിടിച്ചിരിക്കും കോഴിക്കോട് സിറ്റി തന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ 1800 ചില്ലാൻ കേസുകൾ പിടിച്ചിട്ടുണ്ട്. 1996 പേരോളം നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ഇവിടെ ഏറ്റവും കൂടുതൽ ഡ്രഗ് വിൽക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ഡിറ്റക്ഷൻ നടത്തുന്നു, അതിന് എൻഫോഴ്സ്മെൻറ്റ് നമ്മൾ സ്ട്രോങ് ആണ്. പക്ഷേ രാജ്യത്തുടനീളം ഡ്രഗിൻ്റെ വ്യാപനം കൂടിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്ന് വേണം. കേരളത്തിലും ഡ്രഗിൻ്റെ കൂടുതലുണ്ട്. പിന്നെ അതുമാത്രം യൂത്ത് ഇപ്പോൾ 4 ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ ഇതൊരു അവരുടെ ഒരു ഫാഷനായി മാറുകയാണ്. 2-4 പെഗ് അടിക്കാത്ത ആളല്ല, ആണല്ല, അല്ലെങ്കിൽ ഇപ്പം പെൺകുട്ടികൾ പറയും പെഗ് അടിക്കാത്തവർ പെണ്ണല്ല എന്ന രീതിയിലേക്ക് അത് വരുന്നു. ഈ രാസലഹരി നമുക്ക് ഏറ്റവും കൂടുതൽ വരികയാണ്. ഒരു 15 വർഷം മുമ്പേ ഞങ്ങൾ ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ ഞങ്ങൾ തുടങ്ങിയിരുന്നു കോഴിക്കോട് സിറ്റി പോലീസിൻ്റെ ഭാഗമായിട്ട്. അന്ന് ഞങ്ങൾ കണ്ട ലഹരി ചെരുപ്പിനൊട്ടിക്കുന്ന പശയോ ചെരുപ്പിനൊട്ടിക്കുന്ന പശയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വൈറ്റ്നർ അങ്ങനത്തെ സാധനങ്ങളായിരുന്നു കുട്ടികൾ ഉപയോഗിച്ചിരുന്നത്. മാക്സിമം കഞ്ചാവ്. അപ്പോൾ ഞങ്ങളൊക്കെ ചിന്തിച്ചത് ഇവരൊന്നും MDMA പോലെയുള്ള സാധനത്തിലും വരില്ല, കാരണം അത് എക്സ്പെൻസീവാണ്. പക്ഷെ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഇന്ന് എല്ലാവരുടെ കയ്യിലും MDMA എത്തുന്ന രീതിക്ക് എത്തുന്നു. കുട്ടികൾക്ക് സാമ്പത്തികം പ്രശ്നമല്ലാതെ ആയിരിക്കുന്നു. ഇനി സാമ്പത്തികം പ്രശ്നമാണെങ്കിൽ അതിന് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി വഴികൾ അവർ ഇതിലൂടെ തന്നെ കണ്ടെത്തുന്നു. പല തരത്തിലുള്ള നമുക്ക് ഞെട്ടിക്കുന്ന കണക്കുകളാണ്.